അന്തരീക്ഷ പാളികളും അവയുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പാളികളെ താഴേന്ന് മുകളിലേക്ക് ഓർഡറിൽ ഒന്ന് ആദ്യം അറേഞ്ച് ചെയ്യാം. 1 ട്രോപ്പോസ്ഫിയർ, 2 സ്ട്രാറ്റോസ്ഫിയർ, 3 മെസോസ്ഫിയർ, 4 തെർമോസ്ഫിയർ, 5 എക്സോസ്ഫിയർ. ഇനി ഓരോ പാളികളുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളെ നമുക്ക് നോക്കാം. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് പ്രശസ്തമായിട്ടുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. കാലാവസ്ഥ പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചോദിച്ചപ്പോ മഴ, മഞ്ഞ്, ഇടി, കാറ്റ്, മിന്നൽ, മേഘം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. ജീവൻ നിലനിൽക്കുന്ന പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ഹരിതഗ്രഹ പ്രഭാവം സംഭവിക്കുന്ന പാളി ട്രോപ്പോസ്ഫിയർ ആണ്. രണ്ടാമത്തെ പാളി നോക്കാം, സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ ഓർമ്മ വരിക ഓസോൺ പാളി ആയിരിക്കും. അത് ഉറപ്പിച്ചു വെച്ചുകൊള്ളുക. ജെറ്റ് എന്നുള്ള വാക്കിന് ഇവിടെ അല്പം പ്രാധാന്യം കൂടുതലാണ്. ജെറ്റ് വിമാനങ്ങൾ പറക്കുന്ന പാളിയെന്നോ വിമാനങ്ങൾക്ക് പറക്കാൻ ഏറ്റവും അനുയോജ്യമായ പാളിയെന്നോ ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് ഉത്തരം വരിക. ഇവിടെ ഓസോണിനെ നശിപ്പിക്കുന്ന ഒരുതരം മേഘങ്ങളെ കാണാറുണ്ട്. അത് ധ്രുവപ്രദേശങ്ങളിലാണ് കാണപ്പെടുക. ഇവരെ നമുക്ക് നാക്രിയസ് മേഘങ്ങൾ എന്ന് വിളിക്കാം. എപ്പോഴും കുട്ടികൾ സംശയം ചോദിക്കുന്ന ഒരു പ്രധാന പ്രതിഭാസമാണ് ജെറ്റ് പ്രവാഹങ്ങൾ. അത് എവിടെയാണ് കാണപ്പെടുക? ശരിക്കും ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലെ ഭാഗത്തും സ്ട്രാറ്റോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തും ജെറ്റ് പ്രവാഹങ്ങൾ ഉണ്ട്. ആ അതിർത്തി മേഖലയെ ട്രോപ്പോ പാസ് എന്നാണ് വിളിക്കുക. അതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ. മൂന്നാമത്തെ പാളി നമുക്ക് നോക്കാം, മിസോസ്ഫിയർ. മിസോസ്ഫിയർ ആണ് ഏറ്റവും താപനില കുറവ് അനുഭവപ്പെടുന്ന പാളി. ഇവിടെയാണ് ഉൽക്കകൾ കത്തിച്ചാരമാവുന്നത്. ഭൂമിയിലേക്ക് വരുന്ന 99.9% ഉൽക്കകളും കത്തി തീരാറുണ്ട്. അത് ഈ പാളിയിൽ വെച്ചിട്ടാണ്. ഇവിടുത്തെ ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മനോഹരമായിട്ടുള്ള മേഘം പോലെ തോന്നിക്കുന്ന ഒരു പ്രതിഭാസമാണ് നോക്ടിലൂസന്റ് മേഘങ്ങൾ. ഇതിന്റെ ചിത്രമൊക്കെ ഒന്ന് മനസ്സിൽ പതിപ്പിച്ചു വെക്കുക, ഉപകാരപ്പെടും. നാലാമത്തെ പാളി തെർമോസ്ഫിയർ. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് അയണോസ്ഫിയർ എന്നാണ്. ഈ അയണോസ്ഫിയർ റേഡിയോ കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന പാളിയാണ്. നമ്മൾ ഇവിടുന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ ഈ പാളി ഭൂമിയിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. അറോറ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അറോറ പ്രതിഭാസങ്ങൾ ധ്രുവപ്രദേശത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇത് സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഉത്തര ധ്രുവത്തിലുള്ള അറോറ ബോറിയാലിസ് എന്നും ദക്ഷിണ ധ്രുവത്തിലുള്ള അറോറ ഓസ്ട്രേലിസ് എന്നും അറിയപ്പെടാറുണ്ട്. ഇനി ഏറ്റവും മുകളിലായുള്ള അന്തരീക്ഷ പാളി, അതാണ് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനി എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ പരാമർശിക്കാതിരുന്ന ആള്, അത് ഉപഗ്രഹങ്ങളാണ്. ഉപഗ്രഹങ്ങൾ, പ്രധാനപ്പെട്ട എല്ലാ ഉപഗ്രഹങ്ങളും, കാലാവസ്ഥാ ഉപഗ്രഹങ്ങളോ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, അങ്ങനെ എന്തൊക്കെ ചോദിച്ചാലും പ്രധാന ഉപഗ്രഹങ്ങളെല്ലാം കാണപ്പെടുന്നത് എക്സോസ്ഫിയറിലാണ്. മനസ്സിലൊരു ചിത്രം പോലെ ഈ പാളികളുടെ പേരും ആ പ്രതിഭാസങ്ങളുടെ പേരും ഇരിക്കട്ടെ. ഉപകാരപ്പെടും. ഓൾ ദ ബെസ്റ്റ്. ബൈ.